ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊത്തമ്പാരി. അപ്പോൾ നമ്മളിപ്പോൾ ചൂടുള്ള ചായ കുടിക്കാൻ പുറത്തേക്ക് പോവാണേ. പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്ത് റെഡിയായി പുറത്തിറങ്ങിയതാണ്. അതുകൊണ്ട് വിശേഷമൊക്കെ നമുക്ക് പോകുന്ന വഴി പറയാം. ഇപ്പോൾ ഒട്ടും ടൈമില്ല, ലെറ്റ്സ് ഗോ. ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, പാതിരാത്രിയിൽ എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നതെന്ന്. ഇരുട്ട് കണ്ട് നിങ്ങൾ രാത്രിയാണെന്ന് വിചാരിക്കേ വേണ്ട. ഇപ്പോൾ ടൈം 3 മണിയാണ്. അപ്പോൾ 3 മണിക്ക് 4 പേർക്ക് നട്ടപ്രാന്തളകി പുറത്തേക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചായ കുടിക്കാൻ പോകുന്നതിന് എന്തിനാണ് ഇത്ര ഷോ എന്ന്. അതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. ഞങ്ങളിപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് വാഗമണിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇവർ 3 പേരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 3 മണിക്ക് നല്ല ചായ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചാണ് പോകുന്നത്. ഫ്രണ്ട്സ്, ഒരു രക്ഷയുമില്ല, വ്യൂ പൊളി വ്യൂ. അപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് നമുക്ക് കിട്ടിയത്. ഫോഗ് അങ്ങോട്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഫോഗ് ഇറങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ ബ്യൂട്ടി ഒന്നുകൂടി കാണാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഫോഗിൻ്റെ കൂടെ നല്ല കാറ്റുണ്ട്. അപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്നവർക്കറിയാം, നല്ല ചൂട് സമയമാണിപ്പോൾ. ഒരു 27-28 ഡിഗ്രി ചൂടാണ് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് തണുപ്പ് വേണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ വാഗമൺ മൂന്നാർ ട്രിപ്പൊക്കെ നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. ഒന്ന് പുറത്തേക്ക് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ എന്നാൽ പിന്നെ വാഗമൺ സൈഡിലേക്കൊന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനൊന്നും നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാനൊന്നുമില്ല. പുലർച്ചെയുള്ള വാഗമൺ വ്യൂ ഒന്ന് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ പൊളി വ്യൂ ആണ് കിട്ടിയത്. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. അപ്പോൾ മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. സൂപ്പർ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അങ്ങനെ സൂര്യനൊക്കെ പതിയെ പതിയെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ശരിക്കും ഇങ്ങനെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച പോലെയുണ്ട്. അപ്പം നമുക്ക് ചായക്കട അന്വേഷിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊന്നും ചായക്കടയില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചായക്കട കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചായക്കടയുടെ മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുന്നിലുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെയും ഫുൾ വ്യൂ ആണ്, തേയിലത്തോട്ടാണ്. എവിടെ നോക്കിയാലും നല്ല വ്യൂ എന്നേ പറയാനുള്ളൂ. ഒന്നും മിസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വിഷ്വലും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഓടിച്ച് കാണിക്കുന്നത്.
അങ്ങനെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാൻ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. ചെറിയ ഫോഗിൽ അവർ കൊട്ടയൊക്കെ ആയി നടന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് ചായക്കടയുടെ ബാക്ക് സൈഡാണിത്. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. കുറേ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. കുറേ വീടൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്. ആരൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നല്ല ഫോഗാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വാഗമൺ എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടവും മൊട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റും വെള്ളച്ചാട്ടവും തന്നെയാണ് പ്രധാനം. അത് കാണാനാണ് എല്ലാവരും ഈ ടൂറിസ്റ്റ് പ്ലേസിൽ എത്താറുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് വെയിലായ വാഗമണിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുവരെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. പുലർച്ചെയുള്ള വ്യൂ പകർത്താം എന്ന് മാത്രമേ നമ്മളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, വഴിയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുവാണ്. വഴിയൊന്നും കൃത്യമായി കാണുന്നില്ല. അങ്ങനെ ഒരു സൈഡ് ചേർന്ന് അങ്ങനെ അങ്ങ് പോവാണ്. ഒരു സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടാണ്. ഇത് വാഗമൺ ടൗൺ ആണ് കാണുന്നത്. കടകളൊക്കെ പതിയെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ ജോലിക്കായി പോയി തുടങ്ങിയിട്ടുണ്ട്. ബസ്സൊക്കെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ബോട്ടിംഗ് സർവീസും അങ്ങനെയൊക്കെ ഈ ബോർഡിലൊക്കെ എഴുതി വെച്ചത് കാണാം. ആ സൈഡിലൊക്കെ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചായക്കടയിൽ നിന്ന് ദോശയും ചട്നിയും ഒക്കെ കഴിച്ചിരുന്നു. അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളാത്ത ചട്നിയും ദോശയായിരുന്നു കിട്ടിയത്. അതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ചായ കുടിച്ച സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് തേയിലത്തോട്ടത്തിൽ ചേച്ചിമാരൊക്കെ ഇങ്ങനെ തിരക്കിട്ട പണിയിലാണ്. നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ ഈ തേയില കൃഷി ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമുക്ക് ആദ്യം മുതൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പുല്ലൊക്കെ അടുക്കി വെച്ചതുപോലെ എന്ന് പറയില്ലേ, അതുപോലെയാണുള്ളത്. കൃത്യമായൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഈ തേയില ചെടി ഇവർ നടുന്നതും അത് മുറിച്ച് സെറ്റാക്കുന്നതും എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ചേച്ചിമാരുടെ കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് വാഗമണ്ണിൽ പകുതി മനോഹാരിതയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും കൊള്ളാം. നമുക്ക് മലയിറങ്ങാനുള്ള സമയമായി. ഫോഗൊക്കെ മാറി നല്ല വെയിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ പുറത്ത് ഇനി ചുറ്റിക്കറങ്ങാനൊന്നും പറ്റില്ല, നല്ലതായിട്ട് ക്ഷീണിക്കും. അപ്പം നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ സൂപ്പർ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ വേറെ ഡെസ്റ്റിനേഷനൊന്നും പിടിച്ചിട്ടില്ല. രാവിലെയുള്ള വ്യൂ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. എന്തായാലും മനസ്സ് നിറഞ്ഞു. വാഗമണ്ണിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് വേറൊരു ദിവസം മറ്റൊരു ട്രിപ്പ് വരാം. അപ്പോൾ ഓക്കെ, ബൈ.